അസ്സലാമു അലൈക്കും. എനിക്ക് ഇപ്പോൾ 64 വയസ്സുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യഘട്ടത്തിൽ മദ്രസയിൽ പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല. അന്ന് എനിക്ക് കപ്പലണ്ടി കച്ചവടമായിരുന്നു. ആ കാലം കഴിഞ്ഞ് ഇവിടെ ഈ ഓഡിറ്റോറിയമൊക്കെ ഇട്ട് ഇവർ കുറച്ച് നാൾ വേറെ ഒരു സ്ഥലത്തായിരുന്നു ഈ ഖുർആൻ പഠന ക്ലാസ്. അതിനുശേഷം ഞാനിവിടെ ഈ സൗകര്യം ചെയ്ത് കൊടുത്ത് ഇപ്പോൾ ഞാൻ സുബൈ കഴിഞ്ഞ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ വന്നിട്ട് പിന്നെ എൻ്റെ ഒരു ജീവിത യാത്രയേ ഉള്ളൂ. ഒരു ദിവസത്തെ ആദ്യത്തെ തുടക്കം ഇവിടെ നിന്നാണ്. എനിക്കിപ്പോൾ വളരെ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അതിലുപരി എനിക്ക് ഈ ഖുർആൻ്റെ 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചരിത്രങ്ങൾ അതിൻ്റെ ലഘുവായ ഒരു അർത്ഥം കേൾക്കുമ്പം അത്ഭുതപ്പെട്ടു പോവുക. പടച്ചവനെ എന്തുവായി കാണുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അള്ളാഹ് പറയുന്നു. ഈ അടുത്ത സമയത്ത് ഒരു സ്വത്ത് വിവരണത്തെപ്പറ്റി ഈ ഖുർആനിൽ പറയും. എല്ലാ കാര്യങ്ങളും അള്ളാഹ് ഇങ്ങനെ പറഞ്ഞ് ഇത് എല്ലാവരും അറിയുന്നില്ലല്ലോ എന്നുള്ള കേൾക്കുമ്പോഴാണ് നമുക്കൊരു വിഷമം. ഈ ഖുർആൻ അള്ളാഹു തആല പറഞ്ഞേക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേറെ എവിടെയെങ്കിലും പോകണോ, ഇത് മാത്രം നോക്കിയാൽ അവൻ്റെ ജീവിതചര്യ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല ഈ ഖുർആനിൽ കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പടച്ചവനെ ഇത് ഇവിടെ വന്നൊന്ന് കേൾക്കാൻ ഒത്തതിൽ അൽഹംദുലില്ലാ എന്ന് പറയുകയാണ്. അതല്ലെങ്കിൽ ഞാൻ ഇതൊന്നും അറിയാത്ത ഒരു മനുഷ്യനെ പോലും ഇങ്ങനെ ജീവിച്ചങ്ങ് പോകും. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, സുബൈ കഴിഞ്ഞാൽ വേറെ എവിടെ പോകാൻ എനിക്ക് താല്പര്യമില്ല. ഇവിടെ വന്ന് ഒരു അരമണിക്കൂർ ഇരുന്ന് ഇതൊന്ന് കേട്ട് കഴിയുമ്പോൾ ഒരു സമാധാനം. അതിലുപരി 2 ഉസ്താദന്മാരാണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഒന്ന് കുട്ടിയാൾ ഉസ്താദ്, അത്ഭുതപ്പെട്ടു പോവുക. ആ ഉസ്താദ് ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ള് പടച്ചവനെ എന്തുവാന്ന ഒരു അത്ഭുതമാണ്. ഒരു യന്ത്രം ഉള്ളിൽ പ്രവർത്തിക്കുന്ന പോലാണ് ഈ ഖുർആനെ പറ്റി ഒരു വാക്ക് ഉസ്താദിൻ്റെ മുമ്പിൽ നിന്ന് ഒരു വരി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ചിലപ്പോൾ അരമണിക്കൂർ എടുക്കും. ആ ഒരു വരിയുടെ കാര്യങ്ങൾ ഉസ്താദ് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് മുന്നോട്ട് പോകുമ്പോൾ പടച്ചവനെ അദ്ദേഹത്തിന് ഒരാഗ്രഹമില്ല. എല്ലാവരെയും പഠിപ്പിക്കണം, എല്ലാവരും ഇത് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പുള്ളി ചുറ്റിക്കറങ്ങി നടക്കുക. പക്ഷേ അദ്ദേഹത്തിന് ഈ മദ്രസകളിലൊക്കെ ഇത് മനസ്സിലാക്കി ഈ കമ്മിറ്റിക്കാർ അദ്ദേഹത്തിന് ഒരു അംഗീകാരം കൊടുത്ത് അദ്ദേഹത്തിന് പഠിപ്പിക്കണമെന്ന് ഈ മദ്രസകളിൽ അത് പിള്ളേരെ പഠിപ്പിക്കണമെന്നുമാണ് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത് ഞങ്ങൾക്ക് കോട്ടശ്ശേരി ഉസ്താദ്, പടച്ചവനെ അദ്ദേഹത്തിൻ്റെ ആ ഓതൽ കേട്ടാൽ നമ്മൾ എന്തുമായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഓതൽ. മഹാനാണ് പുള്ളി. ആരീസ് ഉസ്താദ്, കോട്ടശ്ശേരി ആരീസ് ഉസ്താദ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് സമയം കിട്ടുമ്പോൾ ഓതി അതിൻ്റെ തസ്ബീറുകൾ പറഞ്ഞ് അത് മനസ്സിലാക്കി തരുമ്പം ഒരു ലോകത്തേക്ക് ഞങ്ങളങ്ങ് മാറുക, ഒരു അത്ഭുത ലോകത്തേക്ക് ഞങ്ങളങ്ങ് മാറുക. ആ അരമണിക്കൂർ എന്ന് പറയുന്ന സന്തോഷകരമായ ഒരു സമയമാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന നിങ്ങളെല്ലാവരും ശ്രമിക്കണം. പിന്നെ കഴിയുന്നത് കുട്ടിയടിസ്ഥാനം വിളിച്ചാൽ മതി, ഉസ്താദ് വന്ന് ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ ആരും ഇതിനെപ്പറ്റി വിഷമിക്കേണ്ട, വയസ്സ് പോയെന്ന് വിഷമിക്കേണ്ട, ചെറുപ്പക്കാരും വിഷമിക്കേണ്ട, ആർക്കും വിഷമിക്കേണ്ട. ഇങ്ങനൊരു സംവിധാനം നമ്മളെ ഈ നാട്ടിൽ പലയിടത്തും ആകുമ്പോൾ അൽഹംദുലില്ലാ ഈ നാട് തന്നെ എത്ര സന്തോഷമാവും. ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്ന് പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ ഈ ആഡിറ്റോറിയോ ഇതൊന്നും അല്ല എനിക്കൊരു വിഷയം. ആഡിറ്റോറിയത്തിനേക്കാൾ കൂടുതൽ എൻ്റെ വരുമാനം എന്ന് പറഞ്ഞാലും എനിക്കിപ്പോഴത്തെ ഈ ഒരു ഇത് ആണ്. എനിക്കൊരു പൈസയും വേണ്ട, ഒരു വരുമാനവും വേണ്ട. ഈ അരമണിക്കൂർ ഇവിടെ വന്നിരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു 4 മാസത്തിന് മുമ്പ് ഖുർആൻ ക്ലാസ്സിൽ വന്ന് ഖുർആൻ ഓതാൻ പഠിച്ചതാണ്. റംസാൻ 1 മുതൽ റംസാൻ 28 അന്ന് രാവിലെ വരെ 4 ഖത്ത ഞാൻ ഊതിക്കഴിഞ്ഞു. സർവശക്തൻ ആ ഖത്ത ഊതിയതിനെ കബൂലാക്കുമാറാകട്ടെ. അതേപോലെ തന്നെ കുട്ടിയാട് അബ്ദുൽസലാം മുസ്ലിയാരുടെ ക്ലാസ് നമ്മളെ അക്ഷരങ്ങൾ മുതൽ ബാക്കി എല്ലാ സംഗതികളും പഠിക്കുന്നതിന് ഒരു 15 ദിവസം കൊണ്ട് അദ്ദേഹം ഇതെല്ലാം ക്ലിയറായിട്ട് പഠിപ്പിക്കും. ആവശ്യക്കാർ നമുക്ക് പഠിക്കണമെന്ന ആഗ്രഹത്തിൽ മുമ്പോട്ട് വരുന്നവർ 15 ദിവസം കഴിയുമ്പോൾ ഖുർആൻ ഓതാൻ ക്ലിയറായിട്ട് ഓതാൻ പഠിച്ചിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അനുഭവം എന്ന് പറഞ്ഞാൽ എത്ര വർഷം? ഞാൻ 50 വർഷം കൊണ്ട് ഖുർആൻ നോക്കാതിരുന്ന ആളാണ്. 50 വർഷം കൊണ്ട് ഈ ഖുർആനെല്ലാം എൻ്റെ മനസ്സിൽ നിന്നൊക്കെ പോയി. വ്യവസായമൊക്കെ ആയിട്ട് നടന്നുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല. അതിനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടില്ല.
അതെല്ലാം ഇപ്പം ബിസിനസ് എല്ലാം താഴെ വെച്ചോട്ട് ഇപ്പം ഈ ഖുർആനിലേക്ക് വന്ന സർവശക്തൻ്റെ അനുഗ്രഹം കൊണ്ട് കറക്റ്റായിട്ട് ഓതുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതെല്ലാം നമ്മൾ അബ്ദുസ്സലാം മുസ്ലിയാരുടെ ആ സംവിധാനം കൊണ്ട് ഓതാൻ പഠിച്ചു. സർവശക്തൻ അതിനെ എളുപ്പമാക്കി തന്നു. ഖുർആൻ എളുപ്പമാക്കി തരാനും നമുക്ക് മനഃപ്പാഠമാക്കുവാനും അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും. എല്ലാവരും ആ ക്ലാസ്സിലേക്ക് വരാനും നിങ്ങളത് തുടങ്ങാനും അതിന് ഡിമാൻഡുകളോ അദ്ദേഹത്തിന് ഫീസ് നിബന്ധനകളോ ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും അതിന് സഹകരിക്കുകയും വരികയും ചെയ്യണമെന്ന് സർവശക്തൻ്റെ ോട് ഞാൻ ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുട്ടനാട് അബ്ദുസ്സലാം മുസ്ലിയാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ ഖുർആൻ ജനകീയവൽക്കരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രായഭേദമന്യേ വിദ്യാർത്ഥികൾക്ക് പാട്ടിലൂടെ ഇസ്ലാമികമായ അറിവ് കരസ്ഥമാക്കുവാൻ അദ്ദേഹം നിരവധി പാട്ടുകൾ തന്നെ രചിച്ച് അത് കുട്ടികളുമായി പാടി ഈ ചാനൽ തന്നെ പഠനം മധുരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വലിയ ഉദ്യമം അള്ളാഹു കബൂലാക്കുകയും അതുവഴി ഒരു മാതൃകാമയമായ സമൂഹത്തെ സൃഷ്ടിക്കുവാനും ഇസ്ലാമികമായ ഒരു ജീവിത ചിട്ട പുതുതലമുറയെ വാർത്തെടുക്കുവാനും രാജ്യത്തിനും സമൂഹത്തിനും സൗഹൃദവും സ്നേഹവും വിതറി ഒരു നല്ല ഭാവി സമൂഹത്തെ സൃഷ്ടിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.